പിന്നെ അങ്ങ് വല്ലാതെ ചൊറിഞ്ഞു കഴിയുമ്പോൾ ഞാൻ വല്ലതൊക്കെ പറയണമല്ലോ, ഇല്ലെങ്കിൽ ഒരു സുഖം കിട്ടത്തില്ല. ഇത് ഏതാ സാധനം? മനുസ്മൃതിയല്ലേ അല്ലേ? മനുസ്മൃതി. മനുസ്മൃതിയുടെ 9-ാമത്തെ അധ്യായത്തിലെ 33-ാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം എങ്ങനെയാണെന്നറിയോ? സ്ത്രീ വയലിന് തുല്യവും പുരുഷൻ വിത്തിന് സമമെന്നും മുനികൾ കരുതുന്നു. എന്താ പറഞ്ഞ്? സ്ത്രീകൾ വയലിന് തുല്യമെന്നും പുരുഷൻ വിത്തിന് സമമെന്നും മുനികൾ കരുതുന്നു. സർവ ജീവികളുടെയും ഉത്ഭവം ക്ഷേത്ര ബീജ സംയോഗം കൊണ്ടാകുന്നു. മനുസ്മൃതിയിലാണ്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? സ്ത്രീ വയലിന് തുല്യം, ഖുർആൻ പറഞ്ഞ കൃഷിയിടം, പുരുഷൻ വിത്തിന് സമമെന്നും. പ്രശ്നം തീർന്നേ. അഡ്വക്കേറ്റ് കൃഷ്ണരാജൻ, നിന്റെ പ്രശ്നം തീർന്നേ. മഹാഭാരതത്തിന്റെ വനപർവത്തിന്റെ 168-ാം കാണ്ഡത്തിന്റെ 6-ാം മണ്ഡലത്തിന്റെ 7-ാമത്തെ സൂക്തത്തിൽ പറയുന്നത് എന്താണെന്നറിയുന്നത്? ആയിരക്കണക്കിന് മനോഹരമായ സ്വർണ്ണ നിറമുള്ള അപ്സരസ്സുകൾ അവരെ മാടി വിളിക്കുന്നതാണ്. സ്വർഗത്തിലേക്കെത്തുമ്പോ ആയിരക്കണക്കിന് അപ്സരസ്സുകൾ. മഹാഭാരതത്തിന്റെ തന്നെ 13-ാം അധ്യായത്തിന്റെ 79-ാം കാണ്ഡത്തിന്റെ 27-ാമത്തെ ശ്ലോകത്തിൽ ആയിരക്കണക്കിന് സുന്ദരമായ നിതംബങ്ങളുള്ള സ്ത്രീകൾ അവരെ കാത്തിരിക്കുന്നു എന്നാണ്. ഹൂറികൾ. എങ്ങനെ ഇരിക്കണം? കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ.